മെസ്സിയ മിഷൻ എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി കർത്താവ് പ്രിയപ്പെട്ട ഷിബു ബ്രദറിലൂടെ തരികയും മിനിസ്ട്രി തന്നതിന് ശേഷം ബ്രദർ ആദ്യം പറഞ്ഞത് തൃശ്ശൂർ വൺ ഡേ പ്രയർ നടത്താനാണ് പറഞ്ഞത്, അല്ലേ ജൂലി സിസ്റ്ററെ? തൃശ്ശൂർ വൺ ഡേ പ്രയർ നടത്താനാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് തൃശ്ശൂർ കേന്ദ്രമാക്കി വൺ ഡേ പ്രയർ നടത്താൻ പറഞ്ഞു എനിക്കറിയില്ല. എനിക്ക് തൃശ്ശൂർ ഒരു കണക്ഷനും ഇല്ല, എനിക്ക് തൃശ്ശൂരുമായിട്ടൊരു ബന്ധം പോലും ഇല്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും തൃശ്ശൂർ വൺ ഡേ പ്രയർ നടത്താൻ പറഞ്ഞത്? മിനിസ്ട്രി അവിടെ വളരട്ടെ, മിനിസ്ട്രിക്ക് കർത്താവ് ഒരുക്കുന്നത് തൃശ്ശൂരായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് എനിക്കൊരു ബോധ്യം കിട്ടിയത് ഇങ്ങനെയാണ്. തൃശ്ശൂർ ക്രിസ്ത്യാനികളിൽ വന്നു ചേരുന്ന, അല്ലെങ്കിൽ തൃശ്ശൂർ നമുക്കറിയാം മുരിയാടുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യാനികൾക്ക് വന്നു ചേരുന്ന ഒരു വലിയ വിശ്വാസ അപചയത്തിനെതിരെ ശക്തമായി അധരം തുറക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും ഒരു ബോധ്യം തരികയാണ്. ഒരു ഇടക്കാലം കുറേ ക്ലാസ്സുകൾ ഞാൻ അതിനു വേണ്ടി ഇട്ടു. അന്ന് മിശിയ മിഷനില്ല, ഇങ്ങനൊരു മിനിസ്ട്രി ഇല്ല, ഒരു യൂട്യൂബ് ചാനലില്ല, ഒന്നുമില്ല. പക്ഷേ ദൈവാത്മാവ് ഈ പറയുന്ന എംപറർ കൂടാരത്തിനെതിരെ അനേക വീഡിയോകൾ ഷൂട്ട് ചെയ്യാനായിട്ട് ദൈവാത്മാവ് ഒരു കൃപ നൽകി. ഒത്തിരി ക്ലാസ്സുകൾ അതിനുവേണ്ടി നമ്മൾ തയ്യാറാക്കി. ഒരു യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് ബ്രദറായിട്ട് തുടങ്ങി. ആ ചാനലിൽ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തു. പക്ഷേ ആ യൂട്യൂബ് ചാനലിനെ ഈ പറയുന്ന എംപറർ ടീമുകൾ അവർ നമ്മൾക്കെതിരെ യൂട്യൂബിൽ നമുക്കെതിരെ സസ്പെൻഷൻ ഫയൽ ചെയ്തു. അങ്ങനെ ഫയൽ ചെയ്തപ്പോൾ അവരുടെ വീഡിയോസ് നമ്മൾ ഉപയോഗിച്ചിരുന്നു. അവരുടെ വീഡിയോസ്, കാരണം അവർ പറയുന്ന മണ്ടത്തരത്തിനെതിരെ മറുപടി കൊടുക്കണ്ടേ. അപ്പോൾ നമ്മൾ അവരുടെ വീഡിയോ തന്നെ എടുത്തിട്ട് ആ വീഡിയോയിൽ വിശുദ്ധ വേദപുസ്തകത്തിനെതിരെ സംസാരിക്കുന്ന, ക്രിസ്തുവിനെതിരെ സംസാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ എടുത്തു വെച്ച് ആ വീഡിയോന് മറുപടി ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. പക്ഷെ അവരെന്ത് ചെയ്തു? നമ്മുടെ യൂട്യൂബ് ചാനലിനെ അവർ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. അതോടുകൂടി കുറേ വീഡിയോസ് നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. പക്ഷെ കൃപയാൽ കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ സിസ്റ്റത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മെസ്സിയ മിഷനിൽ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ അതിനകത്ത് അവരുടെ വീഡിയോസ് ഇല്ലാത്തത് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, 1-2 വീഡിയോകളൊക്കെ. പക്ഷെ ഇന്ന് എനിക്കൊരു ബോധ്യമുണ്ട്. എനിക്ക് തോന്നുന്നു അനേക ആത്മാക്കൾ നഷ്ടപ്പെടുകയാണ്, ക്രിസ്തുവിനെ നിന്നും അകന്നു പോവുകയാണ്, യേശുവിനെ അറിയാതെ, അല്ലെങ്കിൽ ഈ വക തിന്മയിലേക്ക്, ഇത്രയും വലിയൊരു കൾട്ടിലേക്ക് അനേക ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. എനിക്ക് മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ വ്യക്തികൾ കത്തോലിക്ക സഭയിൽ നിന്നാണ് ഈ കൂടാരത്തിലേക്ക് ചേക്കേറി പോകുന്നത്, അല്ലേ? നമ്മുടെ ജിച്ചോ ഒക്കെ കത്തോലിക്കനല്ലേ? ഞാൻ ആ പേര് പറഞ്ഞത് നമ്മുടെ ജീസസ് മിഷനിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ദൈവവചനത്തിൽ നിന്ന് അകന്ന് ഇന്ന് ആ കൂടാരത്തിലേക്ക്, ജീസസ് മിഷനിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രയറിനൊക്കെ അങ്ങനെ 1-2 പ്രാവശ്യം വന്നൊരു വ്യക്തിയാണ്. ഞാൻ സ്ഥിരമായിട്ട് ചാറ്റിൽ ഈ വ്യക്തിയോട് ഞാൻ ചോദിക്കാറുണ്ട്, ഇതെങ്ങനെ ശരിയാവും? പുള്ളി സ്റ്റാറ്റസ് ഇടുന്നത് മുഴുവൻ മണ്ടത്തരമാണ്, വിശുദ്ധ വേദപുസ്തകമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യം. അപ്പോൾ ഇതെങ്ങനെ ശരിയാവും? ആദ്യമൊക്കെ അവൻ മറുപടി തരാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ നമ്മൾ വചനം കൊണ്ട് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. ഇപ്പോൾ വലിയ മറുപടിയൊന്നുമില്ല. കാരണം പുള്ളിക്ക് അറിയാം ഇതിപ്പോൾ ഈ വണ്ടി ഇനി അങ്ങോട്ട് പോകത്തില്ല, കാരണം ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല അവർക്ക്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മറുപടി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യാറില്ല ഈ വ്യക്തി. ഇങ്ങനെ പല വ്യക്തികൾ, ഒരുപാട് പേര് പണ്ട് വാട്സാപ്പ് ചാനലിലായിരുന്നപ്പോഴും ഞങ്ങൾ ഇവരുമായിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് പല ട്രാപ്പിംഗാണ് ഇവർ. ഇപ്പോൾ റീസെൻ്റ്ലി ഇവരുടെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് വീടുകളിൽ കയറി ഇറങ്ങിയിട്ടുള്ള ഒരു നോട്ടീസ് കൊടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആ നാട്ടിലൊക്കെ ഈ പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ വരെ ഈ നോട്ടീസും കൊണ്ട് വന്നു. വൈഫ് പറഞ്ഞു വേണ്ട, ഇവിടെ വേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടുള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല. പക്ഷേ ഇന്ന് വീടുകളിലും എല്ലാ സ്ഥലത്തും ഈ പരിപാടി തുടങ്ങി. ഇപ്പോൾ ഇന്നലെ ചാലക്കുടിയിൽ അവരുടെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു, വലിയൊരു സമ്മേളനം. നടന്നോന്നറിയില്ല, ഉണ്ടായിരുന്നോന്നാണ് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ പോസ്റ്ററുകൾ കണ്ടു. അപ്പോൾ ഒരുപാട് പേര് വചനത്തിൽ നിന്നും വീണ് പോകുന്നു. ഞാൻ പറഞ്ഞു സഭയ്ക്ക് എന്തുകൊണ്ട് തിയോളജിക്കലി ഇവരോട് സംസാരിക്കാൻ പറ്റത്തില്ല? കാരണം പ്രധാനപ്പെട്ടൊരു പ്രശ്നം, സഭ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നാൽ ഇവരാദ്യം പറയുന്നത് ഞങ്ങൾ പ്രഘോഷിക്കുന്നത് ഫാത്തിമയിലും മെജ്ഗോറിയിലും മാതാവ് പ്രത്യക്ഷപ്പെട്ട് മുന്നറിയിപ്പ് നൽകിയ കാര്യങ്ങളാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. അപ്പോൾ ഫാത്തിമയിലും മെജ്ഗോറിയിലും മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നും അത് മാതാവ് തന്നെയാണെന്നും അവിടെ പ്രത്യക്ഷപ്പെട്ട കാര്യങ്ങളും ഇതെല്ലാം സഭയാണ് ശരിയെന്ന് പ്രഖ്യാപിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ ഒരു വാലുമ അവരെങ്ങനെ കെട്ടിവെക്കും, മാതാവ് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ പ്രഘോഷിക്കുന്നത്, ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഒന്നാമത്തെ പരിപാടിയാണ്. ഇനി രണ്ടാമത് മറ്റൊരു കാര്യം പറയാം, അതായത് ഏറ്റവും കൂടുതൽ മാതാവിനെ ബഹുമാനിക്കുന്നത് ഞങ്ങളാണ് എന്ന് അവർ ഈ എംപറർ കൂടാരക്കാർ പറയും. അതിനവർ പറയുന്നത് ഈ മാതാവാണ് ജ്ഞാനം എന്ന് പറഞ്ഞ് ഇവരൊരു പഠനം കൊണ്ടുവന്നിട്ടുണ്ട്. ജ്ഞാനം എന്നാൽ മാതാവാണ്. ബൈബിളിൽ അവൾ എന്ന് കാണുന്നത് മുഴുവൻ ആരാണ്? മാതാവാണ്. ഈ അവൾ എന്ന് കാണുന്നത് ജ്ഞാനത്തെയാണ്, അത് ജ്ഞാനം എന്നത് മാതാവാണ് എന്ന് പറഞ്ഞിട്ട് ഇവരൊരു പഠനം ഇവർ കൊണ്ടുവരും. അതുമ്മയാണ് ഇവർ കത്തോലിക്കരെ മുഴുവൻ എന്ത് ചെയ്യുന്നത്, വലിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല.
നമ്മൾ കത്തോലിക്കരാണെങ്കിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മേഖല പറഞ്ഞു തരുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ കത്തോലിക്കനായ ഒരു പുരോഹിതൻ വന്നിട്ട് അങ്ങനെയല്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവന വെക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തിരുത്തേണ്ടി വരുന്നത് 1-2 പ്രശ്നങ്ങളുണ്ട്. സഭയുടെ ഔദ്യോഗികമായ ലുത്തിനിയയിൽ കിടക്കുന്ന ഒരു കാര്യമുണ്ട്. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലുത്തിനിയ ചെല്ലാറുണ്ടോ ആരെങ്കിലും? ചെല്ലുമ്പോൾ ഈ ഒരു വാക്ക് പറയാറുണ്ട് അല്ലേ? ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനം. അപ്പം ജ്ഞാനത്തിൻ്റെ സിംഹാസനം ആരാണ്? മാതാവാണെന്ന് സഭ തന്നെ ലുത്തിനിയയിൽ എഴുതി വച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ പോയി പറയുകയാണ് അതങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ, സഭയ്ക്ക് ഔദ്യോഗികമായി വന്നുകൊണ്ട് ഇവരുടെ പഠനത്തിനെതിരെ ഇതങ്ങനെയല്ല, ഇവർ പഠിപ്പിക്കുന്ന തിന്മയാണെന്നൊന്നും വന്ന് പറയുന്നതിന് വലിയ പ്രതിസന്ധിയുണ്ട്. ഞാൻ ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, ഇനിയും കുറേയുണ്ട്, കുറച്ചൊന്നുമല്ല. അതായത് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് ഇവർക്ക് അനുകൂലമാണ്. ഈ എംപറർ പറയുന്ന പല കാര്യങ്ങൾക്കും അനുകൂലമായ കാര്യമാണ് സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു വച്ചിരിക്കുന്ന പല കാര്യങ്ങളും. പലതും ദൈവവചനമായിട്ട് പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല. അതായത് സഭ എന്തിനെയൊക്കെ കൂട്ടുപിടിക്കുന്നു അതിൻ്റെ ചില കാര്യങ്ങൾ അവരെ കൂട്ടുപിടിക്കും. എന്നിട്ട് ആ കൂട്ടുപിടിക്കുന്ന കാര്യം സഭയ്ക്ക് എതിർക്കാൻ പറ്റത്തില്ല. സ്വാഭാവികമായും അവരിങ്ങനെ മിണ്ടാതിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒത്തിരി മേഖലകൾ തിയോളജിക്കലി അവർ തൊടാറില്ല. സഭ ഏതെങ്കിലും ഇന്ന് വരെ ഞാൻ ഒരൊറ്റ പുരോഹിതൻ പോലും ഇവർ പറയുന്ന തിയോളജിക്കൽ കാര്യങ്ങൾ, അതായത് ഇവർ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്ന മണ്ടത്തരങ്ങൾക്കെതിരെ ഒരൊറ്റ വീഡിയോ പോലും ഞാനൊരു പുരോഹിതനെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇവർക്ക് വരുന്നതിൽ ഇവർക്കെതിരെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമെന്നൊരു ഭയം അവർക്കുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ വെല്ലുവിളിക്കുക, ഏതെങ്കിലും ഒരാൾ വരട്ടെ, ഏതെങ്കിലും ഒരു പുരോഹിതൻ വരട്ടെ. കാരണം അവർക്കെതിരെ ആദ്യം വരുന്ന ചോദ്യം ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ആ ചോദ്യങ്ങൾക്ക് അവരെന്ത് ചെയ്യേണ്ടി വരും? അവർ അഡ്രസ്സ് ചെയ്യേണ്ടി വരും. നമ്മളെ സംബന്ധിച്ച് സ്വാഭാവികമായി അങ്ങനെ ഒരു പ്രശ്നം നമുക്കില്ല. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമല്ലാത്ത ഒരൊറ്റ കാര്യം അത് മാർപ്പാപ്പ അംഗീകരിച്ചു എന്ന് പറഞ്ഞാലും അത് വേണ്ട എന്ന് പറയാനുള്ളൊരു കൃപ ദൈവം തന്നതുകൊണ്ട് നമുക്ക് ധൈര്യമായി ഇവരുടെ വചനത്തിൻ്റെ വചനവിരുദ്ധതയെ തുറന്നു കാണിക്കാൻ ദൈവം ഒരു കൃപ നൽകും. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു തീരുമാനം എടുത്തു. കഴിഞ്ഞ അടുത്ത കുറച്ച് വീഡിയോകൾ യൂട്യൂബ് ചാനലിൽ, നമ്മുടെ ചാനലിൻ്റെ കുറച്ച് വീഡിയോകൾ ഇതിനെതിരെ അല്ലെങ്കിൽ ഇവരുടെ പഠനത്തിനെതിരെ ഇടാമെന്നാണ് കൃപയാൽ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഒരു വീഡിയോ ഇത് തന്നെ ആകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർ പ്രധാനമായും പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് 2000 അല്ലെങ്കിൽ 1995 മുതലാണ് ഈ പഠനം തുടങ്ങിയത്. ഈ പറയുന്ന പൊന്നാറ എന്ന് പറയുന്ന ഒരു സാറാണ് ഈ പഠനം തുടങ്ങുന്നത്. അദ്ദേഹം 95 മുതലാണ് ഈ പഠനം കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ അവർ ഈ പഠനങ്ങൾ തുടങ്ങി 2005 അതൊക്കെ കുറച്ച് കൂടുതലായിട്ട് വന്നു. അപ്പോൾ അവർ പറയുന്ന അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള സുവിശേഷം, ഒരു സദ്വാർത്ത, അതാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള ഒരു സുവിശേഷം. ഇക്കാലം എത്രയും സുവിശേഷം മറച്ചു വെട്ടിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. ഈ പറയുന്ന 1995 ശേഷം അല്ലെങ്കിൽ 2005 ഈ പൊന്നാറ സാറിലൂടെ ലോകത്തോട് പ്രഘോഷിക്കപ്പെട്ട ഒരു വലിയ രഹസ്യമാണ് ഈ സുവിശേഷം. ഇത് അന്ത്യകാലത്ത് വെളിപ്പെടാനുള്ള ഒരു സുവിശേഷമാണ് എന്നാണ് ഇവർ പറയുന്നത്. അതിനുവേണ്ടി അവരൊരു വചനം ഉപയോഗിക്കുന്നത് 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യമാണ് അവർ ഉപയോഗിക്കുന്നത്. അവസാന കാലത്ത് വെളിപ്പെടുത്തുവാനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് ആ വചനം നിങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പോർഷൻ മാത്രമേ അവരെടുക്കത്തുള്ളൂ, ലാസ്റ്റ് പോർഷൻ അവരെടുക്കില്ല. എപ്പോഴും അങ്ങനെയാണ്. വചനത്തെ ഇവൻ 2ആക്കി മാറ്റും. വചനത്തെ കൂട്ടിച്ചേർക്കുകയും വചനത്തെ പകുതിയാക്കി കീറി മുറിക്കുകയും ചെയ്യുന്നവൻ ആരാണെന്നാണ് ദൈവം പറഞ്ഞത്. അപ്പസ്തോലന്മാർ പറഞ്ഞ ആരാണെന്നാ? പിശാചാണെന്ന് പറഞ്ഞു. അതായത് എൻ്റെ വചനത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ എൻ്റെ വചനത്തിൽ നിന്ന് എന്തെങ്കിലും മുറിച്ചു മാറ്റുകയോ ചെയ്യുന്നവൻ അവൻ പിശാചാണ്. വെളിപാട് പുസ്തകം കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? വെളിപാട് പുസ്തകത്തിൻ്റെ അവസാന വാക്യം പറഞ്ഞിരിക്കുന്നത് ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ എന്തെങ്കിലും ഇതിൽ നിന്നും മാറ്റുകയോ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരാണ് ഈ പ്രധാനപ്പെട്ട മേഖല ചെയ്യുന്നത്. ഇതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കും, ഇതിനെ 2ആക്കി കീറി മുറിക്കും. അപ്പോൾ ആ വാക്യം 5-ാം വാക്യം ഒറ്റ വാക്യമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. ഒരു പ്രസന്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ദൈവശക്തിയാൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവരതിൻ്റെ ആദ്യ ഭാഗം മാത്രം എടുക്കും. ആദ്യ ഭാഗം എന്താ? അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷ.
അത്രയും അവരെടുക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ശരിയല്ലേ, അവസാന കാലത്ത് വെളിപ്പെടുത്താൻ എന്തോ ഒരു രക്ഷയുണ്ട് എന്ന തലത്തിൽ നമുക്കൊരു ചിന്ത പോകും അല്ലേ. നിങ്ങൾ ആ വചനത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചിന്ത അവിടെ കടന്നു വരും. അപ്പോൾ നമ്മളിവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പസ്തോലനായ പത്രോസ് ഇവിടെ എന്തിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകണമെങ്കിൽ ഹെബ്രായ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ നമ്മൾ വായിച്ചാലേ നമുക്കതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടി തുടങ്ങുള്ളൂ. ഒരു വചനം പോരാ, ഈ വചനങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ആരെങ്കിലും നിങ്ങളുടെ മുൻപിൽ ഇത്തരം തർക്കങ്ങളുമായിട്ട് വന്നാൽ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ഉപകാരപ്രദമായ വചനമാണ്. വായിക്കാം. പൂർവിക കാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. അതായത് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെക്കുറിച്ച് 2 ഭാഗമായിട്ട് അപ്പസ്തോലനായ പൗലോസ് ഇതാ തിരിച്ചു വെച്ചിട്ട് നമ്മുടെ മുൻപിൽ പറയുക. പൂർവ്വകാലത്ത് പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. സുവിശേഷത്തെക്കുറിച്ച് പിതാക്കന്മാരോട് പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അത് പൂർവ്വപിതാക്കന്മാരോട് പല ഘട്ടങ്ങളിൽ പല രീതിയിൽ സംസാരിച്ചു വെച്ചു. താഴോട്ട് വായിക്കുമ്പോൾ, എന്നാൽ ഈ അവസാന നാളുകളിൽ തന്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, ഈ അവസാന നാളുകളിൽ ആര് വഴിയാ സംസാരിച്ച? പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ ഇത് ആര് വഴിയായി അവസാന കാലത്ത് സുവിശേഷം പ്രഘോഷിച്ചത്? യേശുക്രിസ്തു വഴി അല്ലേ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലം എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം അവസാന കാലഘട്ടമാണ്. ഇപ്പോൾ നമ്മൾ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നത്? അവസാന കാലഘട്ടമാണ്. നിങ്ങൾ ദാനിയേൽ പ്രവചനത്തിൽ, ബിബിൻ ബ്രദറൊക്കെ ഒത്തിരി ക്ലാസ് എടുത്തിരിക്കുന്ന വിഷയമാണ്. ദാനിയേൽ പ്രവചനത്തിൽ പറയുന്നുണ്ട് 7 ആഴ്ചവട്ടത്തിൻ്റെ കണക്കൊക്കെ പറഞ്ഞ് 69 ആഴ്ചയ്ക്ക് ശേഷം അഭിഷിക്തൻ വിച്ഛേദിക്കപ്പെടും. പിന്നെ 7ാമത്തെ ആഴ്ചയെ കണക്ക് കൂട്ടുന്നില്ല. ഇന്ന് ആ കൃപായുഗത്തിലാണ് നമ്മളായിരിക്കുന്നത്. 7ാമത്തെ ആഴ്ചയിലാണ് നമ്മളിപ്പോൾ നമ്മൾ ആ ഇതിലാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അതായത് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്ന കാലം മുതൽ ഇന്ന് നമ്മൾ ഈ 2024 വരെ അവസാന കാലഘട്ടമായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം പരിഗണിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പറഞ്ഞ ഈ അവസാന കാലത്ത് പുത്രൻ വഴി നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇനി അത് യേശുവിൻ്റെ 2ാം വരവാണെന്ന് അവർ പറയും. അത് യേശുവിൻ്റെ 2ാം വരവാണെന്ന്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 3-ാം വാക്യം കൂടി നമുക്ക് വായിച്ചാൽ അത് ക്ലാരിറ്റി കിട്ടും. അവൻ അവിടുത്തെ മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. അപ്പൊ യേശു മഹത്വത്തിന്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അവൻ ഉപവിഷ്ടനായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്യുന്നതന്റെ വലതുഭാഗത്ത് അവൻ എന്ത് ചെയ്തു? അവൻ ഉപവിഷ്ടനായി. നമ്മളെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം അവൻ അത്യുന്നതന്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അങ്ങനെയല്ലേ, പാസ്റ്റ് ടെൻസിലല്ലേ പറഞ്ഞിരിക്കുന്നത്? അവൻ ഉപവിഷ്ടനായി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതെ, ഉപവിഷ്ടനായി. മാത്രമല്ല സ്തെഫാനോസ് അവൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് ഇതാ മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നത്, മനുഷ്യപുത്രൻ ഇരിക്കുന്നത് ആര് കാണുന്നുണ്ട്? സ്തെഫാനോസ് കാണുന്നുണ്ട്. അപ്പോൾ അത് പൂർത്തിയായ കാര്യമാണ് അല്ലേ. ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു ക്രിസ്തു ഇരിക്കുന്നത് കാണുന്നതായിട്ട് സ്തെഫാനോസ് വ്യക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്ന നമുക്കൊരു കാര്യം ഉറപ്പാണ്. ഈ ഹെബ്രായ ലേഖനത്തിൽ ഈ പറയുന്ന വാക്യം കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലേ. അപ്പോൾ 2ാം വരവാണോ അത്? അല്ല. കാരണം 2ാമത്തെ വാക്യം പറഞ്ഞിരിക്കുന്നത് യേശു അവസാന കാലഘട്ടത്തിൽ നമ്മളോട് പറഞ്ഞ സുവിശേഷം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രഘോഷിച്ചു കൊണ്ടിരിക്കുന്നതും കഴിഞ്ഞ 2000 വർഷമായി അപ്പസ്തോലന്മാർ പ്രഘോഷിക്കുന്നതും ഈ അവസാന കാലഘട്ടത്തിൽ വെളിപ്പെട്ട സുവിശേഷം തന്നെയാണ്. അല്ലാതെ 2005 മറ്റൊരു സുവിശേഷം അവസാന കാലഘട്ടത്തിൽ വരാനില്ല എന്ന് ഈ വചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ എന്തുകൊണ്ട് പൗലോസ് അവസാന കാലഘട്ടത്തിൽ എന്ന് ഒരു രീതിയിൽ പത്രോസ് അത് പറഞ്ഞു? പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 1-ന്റെ 5-ാം വാക്യം നമ്മളോട് എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അതിന് 1 കൊരിന്തോസ് അതിൻ്റെ 1-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്കായി യാതൊരു ആത്മീയ ദാനത്തിൻ്റെയും കുറവില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. ശ്രദ്ധിക്കണേ, അതായത് യേശുക്രിസ്തു പത്രോസിൻ്റെ ലേഖനത്തിൽ ആ വാക്യം പറഞ്ഞിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. അതിന് 2 ഭാഗം കൂടി വായിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അവസാന കാലഘട്ടം വരെ നമ്മെ കാത്തു സംരക്ഷിക്കും എന്നുള്ളതാണ് 1 പത്രോസ് 1-ന്റെ 5-ാം വാക്യം. അവസാന കാലഘട്ടത്തിൽ വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ കാത്തു പരിപാലിക്കും.
അവനത് പകുതി മുറിച്ച് പകുതി മാത്രമേ വായിക്കത്തുള്ളൂ. അതിൻ്റെ ബാക്കി കൂടി വായിക്കുമ്പോൾ ഈ ഒരു ആശയമാണ് നമുക്കവിടെ കിട്ടുന്നത്. നിങ്ങൾ ആ വാക്യം ഒന്നുകൂടി വായിക്കാമോ? 1 പത്രോസ് 1:5 ഒന്നുകൂടി വായിക്കാമോ? മുഴുവൻ വായിക്കണം. അവസാന കാലഘട്ടത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെട്ടിരുന്നു. കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അപ്പം നമ്മളെ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതായത് നിന്നെ ഇടയ്ക്ക് വിട്ടിട്ട് പോകത്തില്ല എന്ന്. നിന്നെ ഇടയ്ക്ക് തഴഞ്ഞിട്ട് കർത്താവ് പോകത്തില്ല. നിന്റെ ആവശ്യങ്ങൾ എന്തോ, നിന്റെ പ്രശ്നങ്ങൾ എന്തോ, നിന്റെ പ്രതിസന്ധികൾ എന്തോ അത് മുഴുവൻ കണ്ട് രക്ഷയുടെ കവാടം വരെ നിന്നെ എത്തിക്കാൻ കഴിവുള്ളവനാണ് ആര്? ക്രിസ്തു എന്നുള്ളതാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോ പെട്ടെന്ന് ഞാൻ ഈ ടോപ്പിക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്തൊരു സാക്ഷ്യം പറയുക. പെട്ടെന്ന് ഒരു ആത്മാവ് ഒരു ബോധ്യം തന്നു. സിസ്റ്ററിന് ഇപ്പോൾ എത്ര മാസമായി? അടുത്ത വ്യാഴാഴ്ച, അതായത് കംപ്ലീറ്റിലേക്ക് വന്നു. നമുക്ക് പ്രശ്നം വന്നത് ഏത് മാസമായിരുന്നു? 5-ാം മാസമായിരുന്നു. അതായത് ഡോക്ടേഴ്സ് 3 മാസമായി കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞത് ഡിസ്കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞത്, അല്ലേ? 3 മാസം പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഇതിന് മുന്നോട്ട് പോകത്തില്ല, വളർച്ചയില്ല, എന്തൊക്കെ പ്രശ്നം എനിക്കറിയില്ല, എന്തൊക്കെയോ ജൂലി സിസ്റ്ററിന് കൃത്യമായിട്ട് അറിയാം. നമ്മൾ പിന്നീട് സാക്ഷ്യമായിട്ട് പറയുന്നതാണ്. പെട്ടെന്നെന്തോ ദൈവാത്മാവ് അങ്ങനെ ഒരു ബോധ്യം തന്നു. നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് നല്ല ഉറപ്പാണ്. ഇത്രയും പെട്ടെന്ന് അടുത്ത ദിവസം ഡെലിവറി ആണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിപ്പോഴും അറിയുന്നത്. ഞാനൊരു 7 മാസം അല്ലെങ്കിൽ 8 മാസം എന്നുള്ളതാണ് എൻ്റെ മൈൻഡിൽ കിടന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഇത് 3 മാസത്തിൽ ഡോക്ടേഴ്സ് പറഞ്ഞു, മെഡിക്കൽ സയൻസ് പറഞ്ഞു ഡിസ്കണ്ടിന്യൂഡ്, ഇത് മുന്നോട്ട് പോകത്തില്ല. 5-ാം മാസം ആയി കഴിഞ്ഞപ്പോൾ ഫുൾ പ്രതിസന്ധി. ഡോക്ടേഴ്സ് പറഞ്ഞു കൊച്ചിന് വളർച്ചയില്ല, ഒരു രീതിയിലും ഇത് മുന്നോട്ട് പോകത്തില്ല, ഇത് ക്ലോസ് ചെയ്യാം, ഇത് അബോർട്ട് ചെയ്ത് കളയണമെന്ന് ഒരു റിപ്പോർട്ട് വന്നു. അന്നാണ് ബ്രദറിൻ്റെ അടുത്ത് നമ്മൾ പ്രെയർ ചെയ്യുന്നത്. ബ്രദർ പ്രാർത്ഥിക്കുന്നു. ബ്രദർ പറഞ്ഞു, നോ, കർത്താവ് ഈ ഇടയ്ക്ക് വെച്ച് കളഞ്ഞിട്ട് പോകുന്നവനല്ല. അവൻ ഇതിൻ്റെ അകത്തൊരു കുഞ്ഞിനെ തരാൻ കഴിവുണ്ടെങ്കിൽ അതിനെ അങ്ങേയറ്റം വരെ എത്തിക്കാൻ കഴിവുള്ളവനാണ് ദൈവം എന്ന് ഒരു വിശ്വാസത്തിൻ്റെ ശക്തി വിശുദ്ധ ബൈബിളിലൂടെ നമ്മുടെ മുൻപിൽ തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന ഡേറ്റ് അടുത്ത വ്യാഴാഴ്ചയോ? അതായത് അടുത്ത വ്യാഴാഴ്ചത്തേക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുക. ഇതുവരെ കർത്താവ് കൊണ്ടുപോയി. അതായത് 7-ാം മാസം, 5-ാം മാസം കഴിഞ്ഞ് 6-ാം മാസം കഴിയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇപ്പോൾ ഒരു പ്രശ്നമില്ല, നോർമലാണ്, എല്ലാ പ്രശ്നവും മാറി, ഇപ്പോൾ നോർമലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇന്ന് ഈ അവസാന നിമിഷവും കർത്താവിനെ ആരാധിക്കാൻ സിസ്റ്റർ വരണമെങ്കിൽ, ഈ അവസാന സെക്കൻഡിലും ഈ അവസാന നിമിഷവും പൂർണ്ണ ഗർഭിണി ആയിരിക്കുമ്പോഴും ദൈവത്തെ ആരാധിക്കാൻ ഈ ഹോളിൽ കടന്നു വരണമെങ്കിൽ അത് ദൈവത്തോടുള്ള വിശ്വസ്തതയാണ്. ദൈവത്തോടുള്ള വിശ്വസ്തത. നിങ്ങളൊന്ന് കരമുയർത്തി ആ സിസ്റ്ററിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, അവിടുന്ന് ഇടയ്ക്ക് വിട്ടു പോകുന്നവനല്ല, അവസാന നിമിഷം വരെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോട് കൂടെ വസിക്കുന്ന, ഞങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം. ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവേ, പ്രിയമകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഒരു തടസ്സവും കൂടാതെ, ഒരു പ്രശ്നവുമില്ലാതെ ശക്തമായി ദൈവ സാന്നിധ്യത്തിൽ കർത്താവേ ഡെലിവറി നടക്കുവാൻ തക്കവണ്ണം എൻ്റെ യേശുവേ അവിടുന്ന് കൂടെ ഉണ്ടാകണമേ. അവിടുത്തെ ദൂതന്മാർ കൂടെ ഉണ്ടാകണമേ. യേശുവേ അവിടുന്ന് പ്രവർത്തിക്കണമേ. യേശുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ, വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. അതൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവ പൈതലായി മാറട്ടെ. അത് വചനം പ്രഘോഷിക്കുന്ന ഒരു പൈതലായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ കർത്താവ് ഈ വചനത്തിലൂടെ പറഞ്ഞത്, നിന്നെ ഈ ഇടയ്ക്ക് വെച്ച് വിട്ടുകൊണ്ടു പോകുന്നവനല്ല, രക്ഷയുടെ കവാടം വരെ നിന്നെ എന്ത് ചെയ്യും? നിന്നെ ഞാൻ എത്തിക്കും. അതാണ് അപ്പോസ്തലനായ പത്രോസ് ആ വചനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അതായത് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവ് വരുമ്പോൾ വരെ നിന്നെ കർത്താവ് എന്ത് ചെയ്യും? നിന്നെ കാത്തു സൂക്ഷിക്കുമെന്നാണ് ആ വചനത്തിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിത് ഒറ്റ വാക്യം വെച്ച് തെളിയിക്കുകയല്ല. വീണ്ടും നമ്മൾ 1 കൊരിന്തോസ് 1:7-8 വാക്യം വായിക്കുമ്പോൾ ഇത് തന്നെയാണെന്ന് സ്പഷ്ടമായിട്ട് പൗലോസ് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. 7-8 വാക്യം വായിക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വെളിപാട് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിന്റെയും കുറവില്ല. ഈ വാക്യത്തിൽ 2 കാര്യമുണ്ട്. ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട് കാത്തിരിക്കുക. എന്ത് വെളിപ്പാടാണ്? അവൻ വാനമേഘങ്ങളിൽ വരുന്ന അവൻ്റെ 2ാം വരവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ കാത്തിരിക്കുക. ഇനി നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ? വല്ല ആത്മീയ ദാനങ്ങൾക്ക് കുറവുണ്ടോ? അവസാന കാലഘട്ടത്തിൽ എന്തെങ്കിലും വെളിപ്പെടാനുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്നാണ് പൗലോസ് ആ വചനത്തിൽ പറഞ്ഞത്. നിങ്ങൾ ആ വചനം വായിക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാട്, അവൻ്റെ 2ാം വരവ് കാത്തിരിക്കുന്ന നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിനും
കുറവില്ല. അതായത് അവസാന കാലത്തിന് ഒരു വെളിപ്പെടാനൊരു സുവിശേഷം നിങ്ങൾക്കില്ല, ഒരു ആത്മീയ ദാനത്തിനും നിങ്ങൾക്ക് കുറവില്ല. രണ്ടാമത്തെ 8ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന്. യേശുക്രിസ്തുവിന്റെ ദിനത്തിൽ, ആ ദിനം ഏതാ? അവൻ്റെ 2ാം വരവ്, വാനമേഘങ്ങളിൽ വരുന്ന വരവിനെ കുറിച്ചിട്ടാണ് അവിടെ വീണ്ടും പൗലോസ് വ്യക്തമാക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. ഭാഷ മനസ്സിലായോ? പത്രോസ് അപ്പുറത്ത് പറഞ്ഞത് പൗലോസ് ഇവിടെ കണക്ട് ചെയ്യുക, ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പുറത്ത് പത്രോസ് പറഞ്ഞ ഇതേ കാര്യം തന്നെ പൗലോസ് മറ്റൊരു വാക്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു ഭാഷയിൽ മറ്റൊരു തലത്തിൽ അതേ കാര്യം തന്നെ ഇവിടെ സ്പഷ്ടമാക്കുക. നിങ്ങൾക്ക് യാതൊരു ആത്മീയ ദാനത്തിനും കുറവൊന്നുമില്ല, അവസാന ദിവസം വരെ നിങ്ങൾ എന്ത് ചെയ്യും? കാത്തു പരിപാലിക്കും. എങ്ങനെ? കുറ്റമറ്റവരായി, നിങ്ങൾ പാപത്തിൽ പോകാതെ. ശരിയല്ലേ? നമ്മൾ പാപത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരു ദൈവാത്മാവ് നമ്മുടെ കൂടെ ഇല്ലേ? പാപത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു ദൈവാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ലേ? ഇതാ പറയുന്നത്, നീ അവസാന നിമിഷം വരെ നിന്നെ ദൈവസന്നിധിയിൽ എത്തിക്കാൻ കഴിവുള്ള ഒരുവൻ, നിന്നെ പരിപാലിക്കാൻ കഴിവുള്ള രക്ഷയുടെ ഒരു കൃപ നിന്റെ കൂടെ ഉണ്ടെന്നാണ് അപ്പുറത്ത് പത്രോസ് പറഞ്ഞതും ഇവിടെ പൗലോസ് നമ്മുടെ മുൻപിൽ വെളിപ്പെടുത്തുന്നതും ഈ സെയിം സംഭവം തന്നെയാണ്. ഇതിന് അവൻ എന്ത് ചെയ്യും? അതിനെ വളച്ചൊടിച്ച് ഇത് അവസാന കാലത്തൊരു സംഭവം വെളിപ്പാടുണ്ട് എന്ന് നമ്മുടെ മുൻപിൽ തെളിയിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പറയും.